നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിറ്റജംഭോ മനസാരമക്ഷിതം ഉമാശ്രുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഷടാനനം കുങ്കുമരത്നവർണം മഹാമരീം ദിവ്യമയൂരവാകനം ഉഗ്രൈശ്വസൂനം ശൂരസൈന്യനാദം മുഖം പ്രതീകം അഖം ശരണം പ്രപദ്ധ്യേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. യാ കുന്ദേന്ദു തുഷാരഹാരകമലാം യാ ശുഭ്രവസ്ത്രാവൃതാം യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസനാം യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭുദേവി ദേവൈ സദാ പൂജിതാം സാ മാം ഭാതു സരസ്വതീം ഭഗവതീം നിഷേധ്യാഭേ. ശാരദേ ശാരദാംബുജേ വദനാംബുജേ സർവദാ സർവദാസ്മകം സന്നിധിം ക്രിയതൂ. ശ്രീരാമദൂത മഹാധീര രുദ്രവീര സമദ്ഭവാൻ അഞ്ജനാഗർഭസംഭൂതം വായുപുത്ര നമസ്തുതേ. ശംഖം പദ്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്രം ത്രിനേത്രം ശൂലം വജ്രം ചഖഡ്ഗം പരശുമപയദം ദക്ഷവാഹേ വഖണ്ഡം നാഗം പാശം ചകുണ്ഡാം പ്രളയൗതഭകം ശാങ്കുശം വാമഭാഗേ സർവാലങ്കാരദീപ്തം സ്ഫടികമണിനിപം പാർവതീശം സ്മരാമി. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. 2014 മുതൽ അമ്മയപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രഭാഷണം നടത്തുവാനുള്ള ശിവചൈതന്യത്തെക്കുറിച്ചും ശിവഭക്തിയെക്കുറിച്ചും എല്ലാം പ്രഭാഷണം നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് വന്നിട്ടുണ്ട്. 11 വർഷമായി ഞാൻ ഈ തിരുസന്നിധിയിൽ പ്രഭാഷണം നടത്തുകയാണ്. ശിവരാത്രിക്കും അതുപോലെ തന്നെ തിരു ഉത്സവത്തിനുമെല്ലാം പ്രഭാഷണം ഞാൻ നടത്തുന്നുണ്ട്. പല പല വിഷയങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ച് പ്രഭാഷണം നടത്തും. ഹാലാസ്യ മാഹാത്മ്യത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ വിവർത്തനത്തെക്കുറിച്ചുമെല്ലാം ഞാൻ ഈ തിരുസന്നിധിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഞാനിവിടെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പറയാൻ പോകുന്നത് നമ്മുടെ പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചാണ്. അതായത് പഞ്ചഭൂത ശരീരമായ നമ്മുടെ ശരീരത്തിൽ നിന്നും പഞ്ചാക്ഷരി മന്ത്രം ഉത്ഭവിക്കുക. അതാണ് ഓം നമ ശിവായ. ശിവായ നമ എന്നും അതും പഞ്ചാക്ഷരിയാണ്. ഓം നമ ശിവായ അതും പഞ്ചാക്ഷരി. അപ്പൊ പഞ്ചാക്ഷരി മന്ത്രം പരമ പുണ്യമായ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം നമ ശിവായ
എന്ന ആ മന്ത്രത്തിന്റെ മായും നാരായണ എന്ന മന്ത്രത്തിന്റെ രായും ചേർന്നാണ് ത്രേതായുഗത്തിൽ ശ്രീരാമന് രാമ എന്നു പേര് വന്നത്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നാരായണന്റെ രണ്ടാമത്തെ രായും നമശിവായയുടെ രണ്ടാമത്തെ മായും രാമ. അതാണ് പണ്ട് നമ്മളെ പൂർവികര് ത്രിസന്ധ്യ സമയത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് രാമനാമം ജപിക്കണമെന്ന് പറയുന്നത്. കാരണം രാമന്റെ പേര് പറഞ്ഞാൽ നാരായണനെ വിളിക്കുന്നതിനും പരമേശ്വരനെ വിളിക്കുന്നതിനും തുല്യമെന്നാണ് അന്ന് പൂർവികര് നമ്മളോട് പറയുന്നു. അത് രാമനാമം ജപിക്കണമെന്ന് പറയുന്നു. നമ ശിവായ എന്ന ആ പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് എപ്പോഴും ഏത് സമയത്തും എവിടെ വച്ചും നമുക്ക് ജപിക്കാം. മനസ്സിൽ ജപിക്കാം, യാത്ര ചെയ്യുമ്പോൾ ജപിക്കാം. അതിന്റെ ഒരു പവിത്രത അത് മനസ്സിൽ ജപിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പവിത്രത പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓം നമ ശിവായ എന്ന മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോവുക. എവിടെ പോയാലും അത് മനസ്സിലുണ്ടാകും. അതിൻ്റെതായ ശക്തി നമുക്ക് ഈശ്വരൻ ഭഗവാൻ തരും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു 5 പ്രാവശ്യം ഓം നമ ശിവായ എന്ന് ജപിച്ചുകൊണ്ട് കിടക്കുക. അതുപോലെ രാവിലെ എണീക്കുമ്പോഴും ഓം നമ ശിവായ എന്ന് ജപിക്കുക. ഇതൊരു പവിത്രമായ മഹാമന്ത്രമാണ്. ആരുടെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ അതെപ്പോഴും നമുക്ക് അതിൻ്റെ പുണ്യം ഏത് സമയത്ത് നമുക്ക് ദുഃഖം വരുമ്പോൾ ഭഗവാനെ ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുഃഖത്തിന്റെ ഒരു പകുതിയെങ്കിലും നമുക്ക് അത് ശാന്തി ലഭിക്കും. അതുപോലെ ചില ആശുപത്രിയിൽ സർജറിക്ക് പോകുമ്പോൾ നമ്മൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തിരികെത്തിച്ചു പരമേശ്വരോട് ഓം നമ ശിവായ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് കയറുക. അതിൻ്റെതായ ഗുണം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഈ പഞ്ചാക്ഷരി മന്ത്രം അത്രമാത്രം പവിത്രമുള്ള മന്ത്രമാണ്. പഞ്ചഭൂതങ്ങളായ നമ്മുടെ ഈ ശരീരം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ഇത് സമൂല ശരീരമാണ്. സമദുഃഖങ്ങൾ മുതലായ അനുഭവങ്ങളുടെ ഇരിപ്പിടമാണ്. ആ ഇരിപ്പിടം നമുക്ക് നൽകിയത് ഈ പഞ്ചാക്ഷരി മന്ത്രമാണ്. അതാണ് പരമേശ്വരന്റെ മന്ത്രം. ഓം നമ 2 കുത്തുണ്ട്. ആ ഓം നമ ശിവായ ശകലം നിർത്തിയിട്ട് പറയും. ഓം നമ ശിവായ. അതാണ് ഈ 2 കുത്ത് കൊടുത്തിരിക്കുന്നത്. ഓം നമ ശിവായ. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാമന്ത്രം നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹാമന്ത്രത്തെ കുറിച്ച് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ സംസ്കൃതത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പഞ്ചാക്ഷരി മന്ത്രത്തിൽ പഞ്ചാക്ഷരി ശോസ്ത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ശോസ്ത്രമാണ് നാം ഇപ്പോഴും മിക്ക ശിവക്ഷേത്രങ്ങളിലും നാം ജപിക്കുന്നത്. അത് ഞാൻ ഇവിടെ ശ്രീകണ്ഠേശ്വര തിരുസന്നിധിയിലും പറയാം. മഹേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഖായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഖാരായ നമ ശിവായ. സർപ്പശ്രേഷ്ഠനും ഹാര പണിയിച്ച ഭസ്മലോഭനം ചെയ്തവനും ശോഭിക്കുന്ന മുക്കണ്ണനും നാശരഹിതനും ശുദ്ധനും ദിഗംബരനും മഹാനായ നേതാവും നഹാരായ സുരൂപനായ ശിവനായി കണ്ടു നമസ്കാരം. അതാണ് ആദ്യത്തെ ആ വരി. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ ശൂജിരായ തസ്മൈ മഹാരായ നമ ശിവായ. ഗംഗാജലത്തിൽ അരച്ച ചന്ദനം പൂശിയവനും നന്ദികേശ്വരൻ മുതലായ
പ്രമദ ഗണങ്ങളുടെ നാഥനും നേതാവും മന്ദാരപുഷ്പം പോലുള്ള പുതുപൂക്കൾ കൊണ്ട് പൂജിക്കപ്പെടുന്നവനും മഹാരായ സ്വരൂപനുമായ ശിവനായി കൊണ്ട് നമസ്കാരം. അതാണ് രമായ അർത്ഥം. ശിവായ ഗൗരീവധരാരവിന്ദ സൂര്യായ ദശാധുരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശിഖാരായ നമഃ ശിവായ. ശ്രീ പാർവതീദേവിയുടെ മുഖമാകുന്ന താമരപ്പൂവിന് സൂര്യനും ദക്ഷന്റെ യാഗം ധ്വംസിച്ചവനും നീലകണ്ഠനും വൃഷഭവാഹനനും ശിഖാരൂപനുമായ ശിവനായി കൊണ്ടു നമസ്കാരം. അതാണ് ആ ശീല. ഇത് വസിഷ്ഠകുംഭോദ്ഭവഗൗതമാദി മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈ ഭകാരായ നമഃ ശിവായ. വസിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ മുതലായ മുനിശ്രേഷ്ഠന്മാരാലും ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന ശിരസ്സോട് കൂടിയവനും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നീ നേത്രങ്ങളോട് കൂടിയവനും മഹാരായ സ്വരൂപനുമായ ശിവനായി കൊണ്ട് നമസ്കാരം. യശസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈകാരായ നമഃ ശിവായ. യശസ്വരൂപനും ഇന്ദ്രന്മാരുടെ ഗൗരവ അടക്കുവാൻ യക്ഷനായി കാണപ്പെട്ടു വന്ന കഥ സുചിതം. യഥാധാരിയും പിനാകമെന്ന വില്ല് കയ്യിലേന്തിയവനും ശാശ്വതനും ദിവ്യനും തേജോമയനും ദിഗംബരനും യഥാരായ സ്വരൂപനായ ശിവനായി കൊണ്ടു നമസ്കാരം. ഭഗവാനെ പഞ്ചാക്ഷരമിതം പുണ്യം യപ്പടേ ശിവസന്നിധോ ശിവലോകമവാപ്നോതി ശിവേന സഖമോദരേ. ശ്രീ ശിവസന്നിധിയിൽ പുണ്യമായ ഈ പഞ്ചാക്ഷരമന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുവാൻ ശിവലോകമായ കൈലാസത്തിൽ ചെന്ന് ഭഗവാനോടൊപ്പം സന്തോഷം അനുഭവിക്കുക എന്നാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി ഈ പഞ്ചാക്ഷരി മന്ത്രം സംസ്കൃതത്തിൽ രചിച്ചത്. ഈ മന്ത്രം നമ്മൾ പല ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. ആ പഞ്ചാക്ഷരി മന്ത്രം നാം കാണാതെ പഠിക്കണം. ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ശിവനെ സ്തുതിച്ചു പാടിയ ആ ശ്ലോകം ആണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്തിലും പല പല ആൾക്കാർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ വൈക്കത്തപ്പനെ കുറിച്ച് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ. അത് കഴിഞ്ഞ് നമശിവായ എന്ന മന്ത്രം എത്രയും സുഖപ്രദം. അങ്ങനെ നിരവധി പഞ്ചാക്ഷരി മന്ത്രങ്ങൾ നമശിവായെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെല്ലാം പല സ്ഥലങ്ങളിലും അത് പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. അതിൻ്റെ ചൈതന്യം അത് നമ്മൾ പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. അത്രമാത്രം ശക്തിയാണ് ഈ പഞ്ചാക്ഷരി മന്ത്രത്തിനുള്ളത്. നമ്മൾ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ കുറിച്ച് പണ്ട്, അതായത് AD 400 നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് നമ്മുടെ ഈ സ്ഥലമൊക്കെ തമിഴ്നാടെന്ന് പറയാൻ പറ്റില്ല. പാണ്ഡ്യരാജാവ് തമിഴ്നാട് മൊത്തം ഭരിക്കുന്ന സമയത്ത് അന്ന് പാണ്ഡ്യരാജാവിനെ സദസ്സിൽ വച്ച് ജൈന സന്യാസിമാര് അദ്ദേഹത്തിന്റെ വാക്കു തർക്കങ്ങൾക്കായി, പാണ്ഡ്യരാജാക്കന്മാർ ശിവഭക്തന്മാരാണ്, അവരെ ശിവനെ കുറിച്ചും ശിവനെ പ്രകീർത്തിച്ചുള്ള ക്ഷേത്രങ്ങൾ പണിയുകയാണ്. അത് മാറ്റിയെടുക്കുവാനായി ജൈന സന്യാസിമാര് പാണ്ഡ്യരാജാവിനെ സമീപിച്ചു. പാണ്ഡ്യരാജാവുമായി പല സംവാദങ്ങളും അവർ ഏർപ്പെട്ടു. ആ സംവാദങ്ങളിലെല്ലാം പാണ്ഡ്യരാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രിമാരോട് അപേക്ഷിച്ചു. മന്ത്രിമാരെ കൊണ്ട് പല പല വാഗ്വാദങ്ങൾ നടത്തി. അവസാനം ഈ ജൈന സന്യാസിമാർ
പരാജയപ്പെട്ടു. അവർ സന്യാസി ശ്രേഷ്ഠന്മാരായി. ആ സന്യാസി ശ്രേഷ്ഠൻ ജൈന വിശ്വാസത്തിൽ നിന്നും ശൈവമതത്തിലേക്ക്, ശിവഭക്തിയിലേക്ക് അവർ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആ പഞ്ചാക്ഷരി മന്ത്രമാഹാത്മ്യത്തെ കുറിച്ച് ഞാനിവിടെ പറയാം. പാണ്ഡ്യരാജ സഭയിൽ വച്ച് ബാലസമ്പന്നരും ജൈനമത സന്യാസിമാരും തമ്മിൽ നടന്ന വാദപ്രതിവാദത്തിൽ ശൈവമത സിദ്ധാന്തങ്ങളുടെ അരിമ പെരുമകളെ കുറിച്ച് യുക്തിയുക്തം സമർത്ഥിച്ച് ജ്ഞാനപാലകൻ അവരെ പരാജയപ്പെടുത്തി. എന്നിട്ടും തോൽവി സമ്മതിച്ച് പിന്മാറുവാനോ മാനസാന്തരപ്പെടുവാനോ ജൈനന്മാർ തയ്യാറായില്ല. വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ട നിങ്ങൾക്ക് തുടർന്ന് മതപ്രചരണം നടത്തുവാനുള്ള അർഹത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്വയം നമ്മുടെ നാട്ടിൽ നിന്നും പിന്മാറുന്നുവോ അതല്ല നാട് കടത്തുവാൻ നാം കൽപ്പന പുറപ്പെടുവിക്കണോ എന്നാണ് പാണ്ഡ്യരാജാവ് ചോദിച്ചത്. പാണ്ഡ്യ മഹാരാജ് ജൈനന്മാരോട് ചോദിച്ചു, പ്രഭു, പരസ്പര ആശയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തർക്കങ്ങൾ കലാശിക്കുന്നു. തർക്കങ്ങൾ വിജയം നേടുന്നതിന് ഉതർക്കങ്ങളും പ്രയോഗിക്കപ്പെടുന്നു. ഇരുകൂട്ടരും പരസ്പരം തർക്കങ്ങളും ഉതർക്കങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരുന്നാൽ യാഥാർത്ഥ്യം കണ്ടെത്തുക ദുഷ്കരമാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ കൂടെ തെളിയിക്കപ്പെടുന്ന പരമാർത്ഥമേ സത്യമാവുകയുള്ളൂ. ജൈനന്മാർ വാദത്തിന് വേണ്ടി വാദിച്ചു നോക്കി. പരീക്ഷണമോ നിരീക്ഷണമോ എന്തോ മണ്ണാങ്കട്ടയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുക. ക്ഷമ നശിച്ച രാജാവ് ശോഭിച്ചു. മഹാരാജാവേ, ഇരുമത വിഭാഗക്കാരുടെയും തിരുമന്ത്രങ്ങൾ എഴുതിയ താളിയോലകൾ അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുക. ഏതൊന്ന് അഗ്നിയിൽ ദഹിച്ചു പോകാതെ അതിജീവിച്ച് നിലനിൽക്കുന്നുവോ ആ മതം ശ്രേഷ്ഠമായെന്ന് വിധി കൽപ്പിച്ചു കൊള്ളാം. പാണ്ഡ്യരാജാവ് പറഞ്ഞതാണ്. രാജകൽപ്പന പ്രകാരം അഗ്നികുണ്ഡം ജ്വലിക്കപ്പെട്ടു. ബാലസംബന്ധൻ പഞ്ചാക്ഷര തിരുമന്ത്രം എഴുതിയ ഓലയും ജൈനന്മാർ അവരുടെ തിരുമന്ത്രം എഴുതിയ ഓലയും പ്രാർത്ഥനയോട് അഗ്നികുണ്ഡത്തിൽ അർപ്പിച്ചു. ശിവമന്ത്രാക്ഷരങ്ങൾ കുറിക്കപ്പെട്ട ഓല അഗ്നിയിൽ ദഹിച്ചു പോകാതെ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കാഞ്ചനവർണ്ണമാർന്ന തിളങ്ങി നിന്നു. ജൈനന്മാർ അഗ്നിയിലിട്ട ഓലാവട്ടെ പഞ്ഞുകണക്കെ എരിഞ്ഞ് ചാമ്പലായി പോവുകയും ചെയ്തു. പരാജയം സമ്മതിക്കുന്നുവോ? പാണ്ഡ്യരാജാവ് ജൈന സന്യാസിമാരോട് ചോദിച്ചു, ക്ഷമിക്കണം, അഗ്നി ബ്രാഹ്മണരോട് കൂറുള്ള ദേവനാണ്. അവരുടെ കുടുംബങ്ങളിൽ നിത്യവാസം ചെയ്യുന്ന ദേവനാകിയാൽ പരപക്ഷം കാറ്റിലായിരിക്കാമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ജൈനന്മാരുടെ മുട്ടായുക്തി രാജാവിന് ഒട്ടും രസിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, കൺമുൻപിൽ നിരൂപിക്കപ്പെട്ട യാഥാർത്ഥ്യം പോലും അവിശിഷ്ടപ്പെടുന്നുവോ? അടുത്തതായി വക്രബുദ്ധിയിൽ ഉദിക്കുന്ന കുതന്ത്രങ്ങൾ എന്താണെന്ന് പറയുക. ജലപരീക്ഷണം, ഒഴുക്കൽ നീരിൽ മന്ത്രങ്ങൾ എഴുതിയ ഓല ഇരുകൂട്ടരും സമർപ്പിക്കുക. ഒഴുക്കിനെതിരെ ഏതൊരു മതവിശ്വാസികളുടെ ഓല ഒഴുകുന്നുവോ ആ മതത്തിന്റെ മന്ത്രങ്ങളാണ് ശ്രേഷ്ഠമായതെന്ന് വിധി കൽപ്പിച്ചുകൊള്ളാം എന്ന് ജൈന സന്യാസിമാർ പറഞ്ഞു. ഇത് വെറും